എന്നത്തെയും പോലെ കുറേ വീട്ടുവിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലും കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നലെ രാത്രി ഫുള്ളും മഴയായിരുന്നു കേട്ടോ. എന്തായാലും രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല കാലാവസ്ഥയാണ്, നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി എപ്പോഴാണ് കാലാവസ്ഥയ്ക്ക് മാറ്റം വരുന്നതെന്ന് നമുക്കറിയത്തില്ല. പിന്നെ രാവിലെ നല്ല കാഴ്ചയാണ്, ചിമ്മിനിന്ന് ആ അടുപ്പിലെ പുകയൊക്കെ അങ്ങോട്ട് വരുന്നത് കാണാൻ. ആ ഇളം വെയിലിനകത്ത് ആ പുകയൊക്കെ വരുന്നത് കാണാൻ സൂപ്പറല്ലേ. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചു, കുറേ വിറകൊക്കെ കീറി വെച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചിരി ഈർപ്പം തട്ടിയതെങ്കിലും കുഴപ്പമില്ല. ഈ പിടിച്ച് കിട്ടാൻ കുറച്ച് പ്രയാസമായിരുന്നു കേട്ടോ. കുറച്ച് മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് വെച്ചത്. ചിരട്ടയും പിന്നെ കുഞ്ഞു കുഞ്ഞു ചുള്ളിക്കമ്പൊക്കെ വെച്ചാണ് എങ്ങനെയെങ്കിലും കുറേ നേരം എടുത്ത് കേട്ടോ. അപ്പോൾ എന്തായാലും ശരി, നല്ലതുപോലെ തീ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചതിന് ശേഷം അരി കഴുകി ഇട്ടു. അപ്പോൾ 5-6 ദിവസം കൊണ്ട് മോട്ടർ കേടായിട്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് വിധവേ വെള്ളം ഇങ്ങനെ അതിൻ്റെ ഫാനോ കോയിലോ എന്താണ്ട് പോയതാണ്. അപ്പോൾ അടുത്ത വീട്ടിലെ ഒരു കുട്ടി തന്നെയാണ് വന്നത് കേട്ടോ, ജസ്റ്റിൻ എന്ന പേര്. അപ്പോൾ അവൻ മോട്ടർ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഒരു പ്രാവശ്യം നന്നാക്കിക്കൊണ്ട് വന്നതാണ്, എന്നിട്ട് ശരിയായില്ല. ഇപ്പോൾ രണ്ടാമതും അവൻ അതിനുവേണ്ടി രാവിലെ തന്നെ വന്നതാണ്. അപ്പോൾ മോട്ടർ ഊരി കൊണ്ടുപോയി പണിയണമെന്ന് പറഞ്ഞ് അതിൻ്റെ കോയിലെങ്ങാണ്ട് പോയി. അപ്പോൾ ഇച്ചിരി താമസമുണ്ട്. അപ്പോൾ വാടക വീട്ടിലെ ചേച്ചിയെടുത്ത് പോയി പറയാൻ വേണ്ടിയാണ് മോൻ പറഞ്ഞത്. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ മോട്ടർ ഓണാക്കിയെങ്കിൽ എന്തായി, അതുകൊണ്ട് ഞാൻ ഓടിപ്പോയി പറയാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മുടെ അരിയൊക്കെ ഇട്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് അരി ഊറ്റാനുള്ള സമയമായി. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് വിറകൊക്കെ ഭയങ്കര ഇച്ചിരി ഈർപ്പത്തിലിരിക്കുകയാണ്. നല്ല ഉണങ്ങി വിറക് തന്നെ എങ്കിലും കുറച്ച് ഈർപ്പമാണ്. അപ്പോൾ ഈ ചോറൊക്കെ ഊറ്റിയതിന് ശേഷം നമുക്ക് ആ തീയുടെ മേളിലായിട്ടിങ്ങനെ നമുക്ക് വിറകും തൊണ്ടും ചിരട്ടയൊക്കെ ഇച്ചിരി അടുക്കി വെച്ചിട്ടാണ് ഞാനിപ്പം അടുപ്പിൽ വെക്കാൻ വേണ്ടി ഉണക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറ് ഊറ്റാം. ഇവിടെ കുത്തരിയാണ് ഇഷ്ടം കേട്ടോ. വെള്ളയരി മക്കൾക്ക് ഇഷ്ടമാണ്, പക്ഷേ എനിക്കും ചേട്ടനൊന്നും ഇഷ്ടമല്ല. അതുപോലെ തന്നെ പച്ചരി എടുക്കാറുണ്ട്, അത് ഇഷ്ടമാണ്. പച്ചരി എന്ന് വെച്ചാൽ ബീറ്റി റൈസ് ഇല്ലേ, അത് സൂപ്പറാണ്, പെട്ടെന്ന് വേകുകയും ചെയ്യും. ഇതിപ്പോൾ പവിഴ അരിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. എത്ര വെന്താലും പയറുമണി പോലെ തന്നെ ഇരിക്കും. മോനാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഞാൻ പോകുകയാണെങ്കിൽ നിർമ്മലെന്നും പറഞ്ഞൊരു അരിയുണ്ട്, നല്ലതാണ്, പെട്ടെന്ന് വേകുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. കഞ്ഞിവെള്ളം ചൂടോടെ ഞങ്ങൾ കളയാറില്ല കേട്ടോ. ഇവിടെ വന്ന് അമ്മ പറഞ്ഞ് തന്നെയാണ് എനിക്കിതൊക്കെ. ഇവിടുത്തെ ചേട്ടൻ്റെ അമ്മ പഠിപ്പിച്ച് തന്നെയാണ്. ചൂടുവെള്ളമൊന്നും ഇവിടെ കളയാത്തത് കാരണം ഈ ചെറിയ പ്രാണികളൊക്കെ ഭൂമിയിലില്ലേ, മണ്ണിൻ്റെ അടിയിലില്ലേ, അപ്പോൾ അതൊക്കെ ചത്തു പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു പാത്രത്തിലോട്ട് ഈ കഞ്ഞിവെള്ളം മാറ്റി വെക്കും. എന്നിട്ട് തണുത്തതിന് ശേഷം മാത്രം, ഒന്നെങ്കിൽ ചെടികൾക്കൊക്കെ പിറ്റേ 2 ദിവസം കഴിഞ്ഞ് ഒഴിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ തണുത്തതിന് ശേഷം മാത്രമേ സിങ്കിനകത്തോ വെളിയിലോ കൊണ്ട് കളയാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കഞ്ഞിവെള്ളം ഞാനൊരു പാത്രത്തിൽ കൊണ്ടുവന്ന്, എന്നിട്ട് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം ഞാനും എടുത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് ഞാൻ കുടിച്ചേട്ടോ. അപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കും മോൻ അവിടെ വേണ്ടാതിരുന്ന ഒരു ഷെൽഫുണ്ട്, കടയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ബിസ്ക്കറ്റൊക്കെ വെച്ചിരുന്ന ഒരു ഷെൽഫാണ്. അപ്പോൾ വേറെ മേശ വാങ്ങിച്ചപ്പോഴത്തേക്ക് നമ്മളത് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ അത് ഡെക്കറേഷൻ സാധനങ്ങൾ വെക്കാമെന്ന് പറഞ്ഞ് അവനത് ക്ലീൻ ആക്കുവാണ്. അപ്പോൾ ഞാനും കൂടെ അങ്ങോട്ട് പോയി കേട്ടോ. എന്തൊരു സ്നേഹം. അല്ല അമ്മ എടുക്കണ്ടമ്മ, ഞാൻ എടുക്കാം. എന്തൊരു സ്നേഹം എൻ്റെ മോനും. അവനിങ്ങനെ എടുത്തോണ്ട് അമ്മ എന്താ പറഞ്ഞ എടുത്ത് കേട്ടോ, അതും കൊണ്ട് മാതൃദിനത്തിലെ ഒരു കോമഡി കണ്ടിട്ട് ആ കഥ ഞാൻ പറയുകയാണ്. അത് പറഞ്ഞ് ഞാൻ ചിരിക്കുകയാണ് കേട്ടോ. അത് ആ വീഡിയോ കണ്ടിട്ട് ഞാൻ എപ്പോഴും അത് ഓർത്ത് ചിരിക്കാറുണ്ട്. നല്ലൊരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ ഷെൽഫും അതിനകത്ത് വെക്കാനുള്ള തട്ടൊക്കെ ക്ലീൻ ആക്കി കേട്ടോ. ഇനി ഡെക്കറേഷൻ റൂമിൽ കൊണ്ട് വെച്ചാൽ മതി. എന്നിട്ട് അതെടുത്തിരുന്നോ? ഏറ്റവും മണ്ടയ്ക്ക് ഇട്ടാൽ മതി. ഒരെണ്ണം മതി അമ്മ. ചരിച്ചാൻ കയറ്റിയാൽ മതി. കോണിച്ച് ഇടത്തെ കൈ പൊക്ക്, ഇടത്തെ കൈ പൊക്ക്, വലത്തെ കൈ ഇങ്ങോട്ടാക്ക്.
ഓ രണ്ടും ഒരുപോലെ കയറ്റ എൻ്റെ പൊന്നെ. ഇനി ഇറക്ക്, രണ്ടും ഒരുപോലെ വെക്കുക. ഇനി ഇടത്തേക്ക് പോക്ക്. ഇനി കയറ്റ്. മണ്ടയ്ക്കൂടെ നോക്കമ്മാ. അപ്പോൾ ഡെക്കറേഷൻ റൂമിൽ നിന്ന് ഒരു കുട കിട്ടിയതാണ്, ഒരു വെളുത്ത കുട കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഡാൻസൊക്കെ കളിക്കണം തോന്നി. അപ്പോൾ അവനൊരു പാട്ടും കൂടി ഇട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല, ഡാൻസ് അറിയത്തില്ലെങ്കിലും വെറുതെ അങ്ങ് ചാടി. നമുക്ക് പ്രായമൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഡാൻസ് കളിക്കണം തോന്നി അപ്പോൾ ഡാൻസ് കളിച്ചേക്കണം അല്ലേ, പാട്ട് പാടാൻ തോന്നി അന്നേരം പാട്ട് പാടിയേക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വെറുതെ ഞാൻ ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കും. എനിക്ക് എന്നിട്ട് അവന്മാർ എന്നെ വഴക്ക് പറയും, അല്ലെ ചേട്ടൻ വഴക്ക് പറയും, ഞാൻ കുറച്ച് നേരം കരയും. അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ കാണുന്നതിലേക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം, അതേപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ഡാൻസും കോക്കാമ്പീച്ചി ഒതുക്കലെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയായ സമയം ഇടയ്ക്ക് ഞാൻ വന്ന് കൂട്ടാനൊക്കെ ചെയ്തിട്ടാണ് പോയത് കേട്ടോ. വേറെ ഒത്തിരി ഐറ്റമൊന്നും ഇല്ല കൂട്ടാൻ. ഇന്ന് അവിയലും ഒഴിക്കാനായിട്ട് പരിപ്പ് കറി മാത്രമേ ഉള്ളൂ, വേറൊന്നും ഞാൻ വെച്ചില്ല. ചേന കുറേ ഉണ്ടായിരുന്നു, അപ്പോൾ ചേനയും ഒരു കഷ്ണം കത്തിരിക്കയും ഒരു ക്യാരറ്റും ഇട്ട് മാത്രമേ ഉള്ളൂ അവിയൽ ചെയ്തത്. അപ്പോൾ നാളെ കാണുന്നത് വരെ ദേ പോയി, നാളെ വരാം.